ചുണ്ണാമ്പ് കല്ലുകളുടെ മല തുരന്ന കമാനം കണക്കെയുള്ള ഒരു തുരങ്കത്തിലൂടെയുള്ള ജലയാത്ര സഞ്ചാരികൾക്കേറെ പ്രിയപ്പെട്ടതാണ്. സർപ്രൈസ് കേവ് എന്നറിയപ്പെടുന്ന സാങ്ടോക് കേവിനകത്തേക്ക് ചെല്ലുന്ന ആർക്കും ശരിക്കും സർപ്രൈസ് നൽകുന്ന ചുണ്ണാമ്പ് ഗുഹയാണത്. ഇടുങ്ങിയ വഴികളിലൂടെ മുകളിലേക്ക് കയറിയാൽ വിശാലമായ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കും. വിയറ്റ്നാമീസ് വിശ്വാസമനുസരിച്ച് ഡ്രാഗണുകൾ അതിൻ്റെ അവിഭാജ്യ ഘടകമാണ്. താഴേക്കിറങ്ങി വന്ന ഡ്രാഗൺ എന്ന അർത്ഥമാണ് ഹലോങ് ബേ എന്ന വാക്കിനുള്ളത്. വിയറ്റ്നാമിനെ ആക്രമണകാരികളിൽ നിന്ന് രക്ഷിച്ചെടുത്ത ഒരു വ്യാളിയുടെ പുരാണമാണ് പ്രാദേശികമായി വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന വ്യാളി കുറേ മുത്തുകൾ തുപ്പിയെന്ന് ഐതിഹ്യം. ആ മുത്തുകളൊക്കെയും ദ്വീപുകളായി മാറിയെന്ന് വിശ്വാസം. മരതകപ്പച്ച നിറമുള്ള ഒരു ഉൾക്കടൽ. വിശാലമായ ആ ഉൾക്കടലിൽ ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് ടവറുകൾ കണക്കെ ഉയർന്നു നിൽക്കുന്ന ഒട്ടേറെ പർവ്വതങ്ങൾ. പറഞ്ഞു വരുന്നത് വിയറ്റ്നാമിലെ ഏറ്റവും വലിയ ടൂറിസം കേന്ദ്രമായ ഹലോങ് ബേയെക്കുറിച്ചാണ്. ഹനോയിൽ നിന്ന് 2 മണിക്കൂറാണ് ഹലോങ് ബേയിലേക്കുള്ള യാത്ര. ആ യാത്ര തന്നെ സുന്ദരമാണ്. ആയിരക്കണക്കിന് ലൈംസ്റ്റോൺ റോക്കുകളും ഗുഹകളും കൊണ്ട് സമ്പന്നമായ പ്രകൃതിയുടെ ഒരു ചെപ്പാണ് ഹലോങ് ബേ. ഇന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലും ഇടം പിടിച്ചിട്ടുണ്ട്. 2011 യുനെസ്കോ പ്രഖ്യാപിച്ച 7 പുതിയ ലോക പൈതൃക സ്ഥലങ്ങളിൽ ഒന്നാണ് ഹലോങ് ബേ. ഇതിനു മുമ്പ് തന്നെ 1994 പ്രകൃതി ഒരുക്കിയ ഈ വിസ്മയത്തെ അതിൻ്റെ തനത് സൗന്ദര്യം കണക്കിലെടുത്ത് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പിന്നീട് 2000 ഇവിടുത്തെ ജൈവ വൈവിധ്യങ്ങളെ പരിഗണിച്ചും ജിയോ മോർഫോളജിക്കൽ വാല്യൂ കണക്കിലെടുത്തും വീണ്ടും പട്ടികയിൽപ്പെടുത്തുകയായിരുന്നു. ഏതായിരുന്നാലും ഇന്ന് ലോകസഞ്ചാരികളെ ആകർഷിക്കുന്ന സവിശേഷമായ ഒരു ടൂറിസം കേന്ദ്രമായി ഹലോങ് ബേ മാറിയിരിക്കുന്നു. ഏകദേശം 1553 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഉൾക്കടലാണിത്. 1600-ലധികം ദ്വീപുകൾ, എല്ലാം ചുണ്ണാമ്പ് കല്ലുകളാൽ നിർമ്മിക്കപ്പെട്ടത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് കടൽക്കാറ്റും ഉപ്പുജലവുമൊക്കെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഈ മാന്ത്രിക തുരുത്ത് രൂപപ്പെട്ടതെന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും കണ്ണെടുക്കാൻ തോന്നാത്ത വശ്യമായ പ്രകൃതി സൗന്ദര്യമാണ് ഈ ജലാശയത്തിനുള്ളത്. അതിനിടയിൽ രാവും പകലും സഞ്ചാരികളെയുമായി നീങ്ങുന്ന ക്രൂയിസ് കപ്പലുകളും ആഡംബര നൗകകളും. ഈ നൗകകളിലിരുന്ന് അസ്തമയവും ഉദയവുമൊക്കെ ആസ്വദിക്കാനാവും. ക്രൂയിസ് കടലിലൂടെ നീങ്ങിത്തുടങ്ങിയാൽ പിന്നെ ഒന്നിനു പിറകെ മറ്റൊന്നായി ടവറുകൾ പോലെ തലയുയർത്തി നിൽക്കുന്ന ഈ ചുണ്ണാമ്പു ശൈലങ്ങൾ ഇങ്ങനെ കടന്നുപോകും. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചയാണത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് സഞ്ചാരികളുടെ ഈ ഒഴുക്ക്. 100 കണക്കിന് ക്രൂയിസുകളുണ്ട് ഹലോങ് ബേയിൽ. അതിലെല്ലാം ഏഷ്യൻ, ആഫ്രിക്കൻ, യൂറോപ്യൻ വൻകരകളിൽ നിന്നുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളാണ്. വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പുന്ന ക്രൂയിസുകളിൽ സമുദ്ര വിഭവങ്ങൾ യഥേഷ്ടമാണ്. സീഫുഡ് പ്രേമികൾക്ക് തീർച്ചയായും വെർത്തായിരിക്കും. ക്രൂയിസിൽ നമ്മൾ കയറും മുമ്പേ നമുക്കുള്ള ടേബിളുകൾ ഒരുക്കിയിരിക്കും. ഞങ്ങളുടെ ടേബിളിൽ ഇന്ത്യൻ പതാക, തൊട്ടടുത്ത ടേബിളിൽ ജാപ്പനീസ് പതാക. ഇങ്ങനെ ഓരോരുത്തരും എവിടെ നിന്നുള്ള അതിഥികളാണെന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാനാവും. സീഫുഡ് വിഭവങ്ങളാണെങ്കിലും അതിൽ നമ്മുടെ രുചിക്കും അഭിരുചിക്കും ചേർന്ന വിഭവങ്ങൾ നമുക്ക് പ്രത്യേകം ആവശ്യപ്പെടാം. ഹലാൽ ഫുഡ് മാത്രം മതിയെന്നാവശ്യപ്പെട്ട സഞ്ചാരികൾക്കായി അവരുടെ ടേബിളിൽ പ്രത്യേകം തയ്യാറാക്കിയ വിഭവങ്ങൾ വിളമ്പുന്നത് കാണാമായിരുന്നു. ലഞ്ച് കഴിച്ചു കഴിയുമ്പോഴേക്കും ക്രൂയിസ് ഒരു കൂറ്റൻ മലയടിവാരത്ത് നങ്കൂരമിടും. അവിടെ ഇറങ്ങിയാൽ പിന്നെ കയാക്കിംഗ്, ബാമ്പു ബോട്ടുകൾ തുടങ്ങിയ ജലവിനോദങ്ങളാണ്. ചുണ്ണാമ്പ് കല്ലുകളുടെ മല തുരന്ന കമാനം കണക്കെയുള്ള ഒരു തുരങ്കത്തിലൂടെയുള്ള ജലയാത്ര സഞ്ചാരികൾക്കേറെ പ്രിയപ്പെട്ടതാണ്. ഈ പർവ്വതങ്ങൾക്കിടയിലൂടെയുള്ള തുരങ്കത്തിലൂടെ കയാക്കിംഗ് ചെയ്തെത്തിയാൽ മലയുടെ അപ്പുറത്തെ വിശാലമായ മറ്റൊരു ലോകം കാണാം. ഹലോങ് ബേയിലെ ഈ ജലയാത്ര മനോഹരമായ അനുഭവമാണ്. പിന്നെ അനന്തമായ ഗുഹകളിലേക്കാണ് യാത്ര. സർപ്രൈസ് കേവ് എന്നറിയപ്പെടുന്ന സാങ്ടോക് കേവിനകത്തേക്ക് ചെല്ലുന്ന ആർക്കും ശരിക്കും സർപ്രൈസ് നൽകുന്ന ചുണ്ണാമ്പ് ഗുഹയാണത്. ഇടുങ്ങിയ വഴികളിലൂടെ മുകളിലേക്ക് കയറിയാൽ വിശാലമായ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കും. ഉള്ളിലേക്ക് പ്രവേശിക്കും തോറും സഞ്ചാരികൾ അത്ഭുത ലോകത്തെത്തും. പൂർണ്ണമായും പ്രകൃതിയൊരുക്കിയ വിസ്മയമാണ് ഈ മരതക ജലവും ചുണ്ണാമ്പു മലകളും ഗുഹകളുമെല്ലാം. ഏറെ നേരം ഗുഹക്കകത്തെ കുളിരാസ്വദിച്ച് തിരിച്ചെത്തി ക്രൂയിസിൽ കയറി യാത്ര തുടരും. പിന്നെ ബീച്ചിലിറങ്ങി നീരാടാനും സൺബാത്തിനുമുള്ള സമയമാണ്. പല ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ളവരുടെ ഒരുമിച്ചുള്ളൊരു നീരാട്ട്. ക്രൂസിൽ തിരിച്ചെത്തിയാൽ പിന്നെ പൂളിലൊരു കുളി വേറെയുമുണ്ട്.
ബാത്ത് ടബുകളിലും പൂളിലുമൊക്കെ കുളിക്കാനിറങ്ങുന്നവരിലധികവും കുട്ടികളാണ്. ഹലോങ് ബേയിൽ 2 തരം ക്രൂസുകളുണ്ട്. ഡേ ക്രൂസും നൈറ്റ് ക്രൂസുമുണ്ട്. സ്ക്വിഡ് ഫിഷിങ്ങും വിയറ്റ്നാമീസ് വിഭവങ്ങൾ ഒരുക്കുന്ന കുക്കറി ഷോ ഡെമോൺസ്ട്രേഷനുമൊക്കെ രാത്രി ക്രൂസിൽ തങ്ങുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നതാണ്. അവർക്കായി പ്രത്യേക കലാപ്രകടനങ്ങളും ക്രൂസിൽ നടക്കും. ഡേ ക്രൂസ് യാത്രയിൽ ഉച്ചവെയിൽ മാറി തുടങ്ങിയാൽ പിന്നെ നേരെ മട്ടുപ്പാവിലേക്ക് ചെല്ലാം. അവിടെ 4 മണി പലഹാരങ്ങളും ചായയും ലഭിക്കും. കൂട്ടത്തിൽ സഞ്ചാരികളിൽ ആരുടെയെങ്കിലും ജന്മദിന പാർട്ടിയും ക്രൂസിൻ്റെ മട്ടുപ്പാവിൽ നടക്കും. മഹാരാഷ്ട്രയിൽ നിന്നുള്ള സഞ്ചാരികൾ അവരുടെ 80 പിന്നിട്ട പിതാവിൻ്റെ ബർത്ത്ഡേ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ഏതൊക്കെയോ നാട്ടുകാരായ സഞ്ചാരികൾ ജന്മദിനാശംസ നേരാനെത്തി. സത്യത്തിൽ എന്ത് മുഞ്ചുള്ള കാഴ്ചയാണത്. കൂടെ വിയറ്റ്നാമീസ് സംഗീതത്തിൻ്റെ അകമ്പടിയുണ്ട്. പിന്നെ യാത്രക്കാരുടെ ഊഴമാണ്. ഹിന്ദിയും തമിഴും തനി മലയാളവുമൊക്കെയായി പലരും ആ ചെറുകപ്പലിനെ ഒരു ഗ്ലോബൽ വില്ലേജാക്കി മാറ്റുന്ന കാഴ്ചയാണ് പിന്നെ കാണാനായത്. അസ്തമയത്തോടെ തീരത്തണിയുന്ന ക്രൂയിസ് യാത്ര മനസ്സ് നിറക്കുന്ന സുന്ദര കാഴ്ചകളും അനുഭവങ്ങളുമാണ് ബാക്കിയാക്കുക. വിയറ്റ്നാമിൻ്റെ വടക്ക് കിഴക്കൻ തീരത്തെ കോങ്നിങ് പ്രവിശ്യയിലാണ് ഹലോങ് ബേ. വിയറ്റ്നാമീസ് വിശ്വാസമനുസരിച്ച് ഡ്രാഗണുകൾ അതിൻ്റെ അവിഭാജ്യ ഘടകമാണ്. താഴേക്കിറങ്ങി വന്ന ഡ്രാഗൺ എന്ന അർത്ഥമാണ് ഹലോങ് ബേ എന്ന വാക്കിനുള്ളത്. വിയറ്റ്നാമിനെ ആക്രമണകാരികളിൽ നിന്ന് രക്ഷിച്ചെടുത്ത ഒരു വ്യാളിയുടെ പുരാണമാണ് പ്രാദേശികമായി വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന വ്യാളി കുറേ മുത്തുകൾ തുപ്പിയെന്ന് ഐതിഹ്യം. ആ മുത്തുകളൊക്കെയും ദ്വീപുകളായി മാറിയെന്ന് വിശ്വാസം. വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും എന്തുമാവട്ടെ, ഹലോങ് ബേ സഞ്ചാരികൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത സുന്ദര തുരുത്താണ്.